അസ്സലാമലൈക്കും. നമ്മളെല്ലാവരും ദിവസവും നിസ്കരിച്ച് ദുആ ചെയ്യുന്നവരല്ലേ? ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ ദുആ ഒരു ആയുധമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾക്കുള്ള പോംവഴിയാണ് ദുആ എന്ന് പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് അവൻ്റെ വിധിയെ മാറ്റിയെഴുതുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ വളരെ വിനയത്തോടു കൂടി ആയിരിക്കണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. നമ്മൾ എന്താണോ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വേണം ദുആ ചെയ്യാൻ. നമ്മുടെ ദുആ റബ്ബ് സ്വീകരിച്ചതിന് 3 അടയാളങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമത്തെ അടയാളം, നമ്മൾ ദുആ ചെയ്യുമ്പോൾ മഴ വർഷിക്കുകയാണെങ്കിൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. രണ്ടാമത്തെ അടയാളം എന്തെന്ന് വെച്ചാൽ, ഒരാൾ ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കാലിൽ പെരുപ്പ് അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ദുആ സ്വീകരിക്കുന്നതാണ്. മൂന്നാമത്തെ അടയാളം എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ കണ്ണുനീർ ഒലിച്ചു വന്നാൽ ആ ഒരാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ഈ 3 അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആയും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാം ദുആ സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.